ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു അടിപൊളി ഒരു അടാറ് ബീഫ് റെസിപ്പി ഉണ്ട്. ഒരു സീക്രട്ട് ചേരുവയും കൂടി ചേർത്തിട്ടുണ്ട് ഈ ഒരു ബീഫ് റെസിപ്പിയിൽ. ഒരു നാടൻ ടേസ്റ്റാണ്. ഒരു പണ്ടത്തെ കാലത്തെ ഓർമ്മകളൊക്കെ വരും ഈ ഒരു ബീഫ് ടേസ്റ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വ്യൂവേഴ്സിന് ഒരു സർപ്രൈസും കൂടിയുണ്ട്. അപ്പം വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബീഫ് റെസിപ്പിയിലേക്ക് പോവാം. കിടിലൻ ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ബീഫ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ. അപ്പം ആദ്യം നമുക്ക് പതിവ് പോലെ തന്നെ ബീഫ്, ഞാൻ പാകിസ്ഥാനി ബീഫാണ് എടുത്തിട്ടുള്ളത്. UAE അല്ലെങ്കിൽ GCCയിലുള്ളവരൊക്കെ പാകിസ്ഥാനി ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നാട്ടിലെ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ 1 കിലോ ബീഫുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉലുവ, അതൊക്കെ നിർബന്ധം കേട്ടോ ചേർക്കൽ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി, ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് ഈ ബീഫിൽ ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് കുഴച്ച് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി, ചെറിയ തക്കാളി എടുത്താൽ മതി കേട്ടോ. തക്കാളിയുടെ പുളിപ്പ് ഇതിലേക്ക് വല്ലാണ്ട് വേണ്ട ബീഫിലേക്ക്. അപ്പം ഒരു പഴുത്ത തക്കാളി ചെറുതെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മതി ബീഫിലേക്ക്. ഇനി ഈ ബീഫ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ്, പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 3 വിസിൽ വരുന്ന വരെയാണ് ഞാനിപ്പം ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫ് പലതും പല വേവുമായിരിക്കുമല്ലോ. അപ്പം അത്യാവശ്യം വേവുന്ന വരെ നമ്മളിത് ബീഫ് കുക്ക് ചെയ്യണം. ഒരു 90% വേവുന്ന വരെ കുക്ക് ചെയ്യണം. പിന്നെ ബാക്കി 10% നമ്മൾ മസാലയിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ വെക്കുവാണ്, ബീഫ് വേവിക്കാൻ വെക്കുവാണ്. ഇവിടുത്തെ ബീഫ് ഏകദേശം ഒരു 3 വിസിലൊക്കെ വന്നാൽ മതി. അപ്പോഴേക്കും ഒരു 90% വെന്ത് കിട്ടും. ബീഫിൻ്റെ വേവ് നോക്കണം കേട്ടോ. ബീഫ് അത്യാവശ്യം വെന്തിട്ട് വേണം നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട 3 ചേരുവകളാണിത്. ഇപ്പോൾ ഞാൻ മല്ലിപ്പൊടി അല്ല എടുക്കുന്നത്, പച്ചമല്ലിയാണ് ഇതിലേക്ക് എടുക്കുന്നത്. പച്ചമല്ലി ഒരു 4 ടേബിൾ സ്പൂണോളം വേണം, ഇതുപോലെ എടുക്കുക. പിന്നെ കുരുമുളക് 2 ടേബിൾ സ്പൂണ്, പിന്നെ വലിയ ജീരകം 1 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. വല്ലാണ്ട് എന്താ പറയുക, ഇത് കരിയിപ്പിച്ചെടുക്കരുത് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഇതൊന്ന് പൊടിക്കാൻ പറ്റുന്ന പരുവത്തിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മതിയാവും. നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നമുക്കത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബ്ലെൻഡറിലേക്ക് നമ്മൾ ചൂടോട് കൂടിയിട്ട് പൊടിച്ചെടുക്കേണ്ട, ചൂടൊന്ന് ആറിയ ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ഞാൻ ഇതിങ്ങനെ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേ ആ കറക്റ്റ് മണവും ടേസ്റ്റൊക്കെ വരുള്ളൂ. ഇനി അതിലേക്ക് ആദ്യം ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചോപ്പറിലാണ് കേട്ടോ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളുത്തുള്ളി ചോപ്പറിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണം മാറി വന്നാൽ അതിലേക്ക് നമുക്ക് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. സവോളയ്ക്ക് പകരം ചെറിയുള്ളി ആട്ടോ ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് സവോള ഒരെണ്ണം വലുതെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ടുള്ള ചെറിയുള്ളി അത്രത്തോളം എടുക്കുക. ഒരുപാട് സവോള ഒന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ വെളുത്തുള്ളി ചേർത്തില്ല, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ജിഞ്ചർ പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇഞ്ചി ചേർത്തില്ല എന്നുള്ളൂ, ഇഞ്ചി ചതച്ചിട്ട് ചേർത്തില്ല എന്നുള്ളൂ. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മല്ലി, കുരുമുളക്, വലിയ ജീരകം എല്ലാം കൂടി നമ്മൾ വറുത്തിട്ട് പൊടിച്ചതാണിത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും.
അപ്പോൾ ഇത് മൊത്തത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും പറയുവാണ്, സവോള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ട് മാത്രമേ ഈ സ്പൈസ് പൗഡർ ചേർക്കാവൂ. കാരണം നമ്മൾ ബീഫോ അല്ലെങ്കിൽ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ആ വിചാരിച്ച ടേസ്റ്റ് കിട്ടാണ്ട് വരാൻ ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ മതിയാവും. അപ്പോൾ എപ്പോഴും ഒരു എണ്ണ തെളിയുന്നവരെ അല്ലെങ്കിൽ ആ ഒരു പച്ചമണം മാറുന്നവരെ അതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മസാലപ്പൊടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മളെ ബീഫ് ഇപ്പം 3 വിസിൽ വന്നപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത് അത്രയും വെള്ളമുണ്ട്. നമ്മൾ 1/2 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എക്സ്ട്രാ ആയിട്ട്. അപ്പം ഈ വെള്ളം ബീഫ് വേവിച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഈ മസാല ഈ ബീഫ് വേവിച്ച് വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം. ആ മസാലയുടെ പച്ച ചുവക്കൊന്ന് മാറിയ ശേഷം മാത്രമേ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. കാരണം ബീഫ് ഓൾറെഡി 90% വെന്തിട്ടുണ്ട്. അപ്പം ഒരുപാട് നേരം ഇതിലിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവി നല്ലോണം മസാലയൊക്കെ ഒന്ന് റെഡിയായ ശേഷം വേണം ബീഫ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ബീഫ് വേവിച്ച വെള്ളം മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു പച്ചമണം മാറുന്നതും ആ ഒരു മസാലയൊക്കെ നല്ല ടേസ്റ്റിൽ വരുന്നതൊക്കെ ചെയ്യുക. അപ്പം എന്നിട്ട് വേണം അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇടാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു മസാലയുടെ ആ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റൊക്കെ മാറി വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്ന പോലെ കാണാം. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പലരും ഈ ഒരു സ്റ്റേജ് ആവുന്നതിന് മുമ്പ് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാലയുടെ കുത്തൊന്നും പോവില്ല. അപ്പോൾ ടേസ്റ്റും മാറിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ഡാർക്ക് കളറാവും. നമ്മൾ കുരുമുളകൊക്കെ വറുത്തിട്ട് പൊടിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡാർക്ക് കളറായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി വെന്ത ബീഫാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് ബീഫ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5-8 മിനിറ്റ്, ഒരു 8 മിനിറ്റ് എന്തായാലും ഒരു വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴേ ആ ഒരു മസാല ബീഫിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഓരോ ബീഫ് കഴിക്കുമ്പോഴും ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ വരുള്ളൂ. അങ്ങനെ വേണം ഈ ഒരു ബീഫ് റെസിപ്പി, ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, മുകളിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു സീക്രട്ട് ആയിട്ടുള്ള ചേരുവ അതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു ചേരുവ ചേർത്തിട്ട്. അപ്പോൾ അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കറിവേപ്പില ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന സീക്രട്ട് ചേരുവ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പം ഇത് ചേർക്കുന്നതിന് മുമ്പുള്ള ടേസ്റ്റും ഇത് ചേർത്ത ശേഷമുള്ള ടേസ്റ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതിൻ്റെ മണവും അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് പഴയ കാലത്തെ പണ്ട് നമ്മൾ മൺകലത്തിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് വരും. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെന്നുള്ളൂ. വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പം അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ബീഫ് റോസ്റ്റ്. പച്ചമല്ലിയൊക്കെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയുള്ള ബീഫിൻ്റെ റോസ്റ്റാണ്. നല്ലൊരു സ്പൈസി ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക, പഴയ ഒരു ഓർമ്മയൊക്കെ വരുന്ന ഒരു രീതിയിലുള്ളൊരു ബീഫ് റോസ്റ്റാണ്. പിന്നെ പൊറോട്ടയും ബീഫും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത്രയും ഒരു ബെസ്റ്റ് കപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പെർഫെക്റ്റ് പെയറാണ് പൊറോട്ടയും ബീഫും. അപ്പം പൊറോട്ടയുടെ കൂടെ, നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റിലുള്ള അടാർ ബീഫ് റോസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കും കേട്ടോ ഈ ബീഫ് റോസ്റ്റിലേക്ക്. ഇക്കയുടെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് ഈ പൊറോട്ടയും ബീഫും. ഇക്കയുടെ എന്നല്ല, എല്ലാവരുടെയും ഫേവറേറ്റ് ആവും.
അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വ്യൂവേഴ്സിന് ഒരു സർപ്രൈസ് ഉണ്ട്. അവർ പോലും വിചാരിക്കാത്ത ഒരു സർപ്രൈസാണെന്ന് തോന്നുന്നത്. ഇപ്പം മക്കളുടെ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നത്. റോസും റീനും ഓൺലൈൻ ക്ലാസ്സിലാണ്. റോസ് ഇപ്പോൾ ദാ വാമപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ ഇപ്പോൾ കഴിഞ്ഞല്ലോ. മുഹബത്ത് അബായസും DR കൊറിയറും കൂടി നടത്തുന്ന ഗിവ് അവേ ഇപ്പോൾ കഴിഞ്ഞു. അതിൻ്റെ വിന്നേഴ്സിനൊക്കെ നമ്മൾ അനൗൺസ് ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് വെറുതെ ഇട്ട് പോയതാണോ എന്നൊന്നും അറിയില്ല. ഇത്രയും ദിവസമായിട്ട് കുറച്ച് പേരൊന്നും ആ വിന്നേഴ്സിൽ നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൽ 2 പേരെയും കൂടി കിട്ടാനുണ്ട്. ഞാൻ ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്ന ശരിയല്ലല്ലോ, കാരണം എത്രയോ പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ഗിഫ്റ്റ് കളയണ്ടല്ലോ. ഇനി ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കാനുള്ളത്, എല്ലാവരെയും അഡ്രസ്സ് കിട്ടിയിട്ട് വേണം എനിക്ക് അയച്ചു കൊടുക്കാൻ. അപ്പം ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിനകത്ത് കോൺടാക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വേറെ ആളെ സെലക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ 2 പേരെയും കൂടി സെലക്ട് ചെയ്യാനുണ്ട്. അപ്പം അവരെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ മുമ്പത്തെ വീഡിയോയിൽ നിന്നല്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു സർപ്രൈസായിട്ട് ഞാൻ ഇപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുള്ള, എന്നും നമ്മളെ കമൻറ്റ് ചെയ്യുന്ന, നമ്മളെ വീഡിയോ ഗിവ് അവേ ഇല്ലെങ്കിൽ പോലും കമൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ഒരു 30 പേരിൽ നിന്നാണ് ഞാനിപ്പം വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇനിയും ഒരുപാട് ഗിവ് അവേസ് ഇനി വരാൻ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ, ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളവർ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം മറ്റുള്ളവർ ആത്മാർത്ഥമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ ആ ഒരു ചാൻസ് ഉണ്ടല്ലോ, അതാണ് മിസ്സായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കമൻറ്റ് ചെയ്ത 30 പേരെയാണ് സെലക്ട് ചെയ്യാമെന്ന്. അപ്പം ഭാഗ്യത്തിന് ഞാൻ ആ വീഡിയോ ഇട്ട പാടനെ ആ കമൻറ്റ് ചെയ്ത ഫസ്റ്റത്തെ 30 പേരെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടില്ലായിരുന്നു ആ 30 പേരെ. കാരണം 2500ഓളം കമൻറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റത്തെ കമൻറ്റ് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതുപോലെ എഴുതിയിട്ട് ഇങ്ങനെ ഇടാൻ പറ്റി. അതുപോലെ ഞാൻ വീഡിയോ ഇട്ട പാടന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാറുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനത് വീഡിയോയിൽ പറയുന്നില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നതാണ് ആ വീഡിയോ ഇട്ട പാടന്നെ ഒരുപാട് കമൻറ്റ്സ് വരുന്നത് കേട്ടോ. അപ്പം എപ്പോഴും ഫസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഒത്തിരി സന്തോഷമാണ് കാണുമ്പോൾ. അപ്പോൾ ഇതാ റോസും ആണ് ആളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. റോസുവിന് ബ്രേക്ക് ടൈം ആവാൻ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ട്. അപ്പോൾ ഇതാ മാഫിന മായിൻ ആണ് നമ്മളെ ഫസ്റ്റത്തെ വിന്നർ. അതായത് ഫസ്റ്റത്തെ വിന്നറല്ല, ഇപ്പോഴത്തെ ഫസ്റ്റത്തെ വിന്നർ കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യുവാണ്. വേറൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ TVൻ്റെ ആൾ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അത് ഞാനവിടെ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആൾ നിഹാല നസ്രീൻ ആണ് രണ്ടാമത്തെ ആൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക, മറക്കണ്ട ഇനി. അതുപോലെ TVയുടെ വിന്നറും ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുവാണ്. അതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ആ TVയുടെ വിന്നറും ഒരു പ്രാവശ്യം കൂടി നമ്മൾ സെലക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. കാരണം TV വിൻ ചെയ്തിട്ട് നമുക്ക് അവർ കൊടുക്കാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ ഒരു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ആളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.